ശ്രദ്ധയോടെ ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ பாருங்க அந்த സഭയാണത് அந்த കാര്യത്തെ ഗൗനമായി ജപിക്കാൻ ആരംഭിച്ചു. എന്തുകൊണ്ടാണ് ഒരു അപ്പോസ്തലനെ വാളുകൊണ്ട് കൊന്ന് അടുത്ത വ്യക്തിയെ തടവറയിലേക്ക് കയറ്റിയപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? எதுக்காக ஒரு அப்போஸ்தலனை வாளினால கொலை செய்யப்பட்டு இன்னொருத்தரை கொலை செய்யும்படி அவன் சிறைச்சாலையில் காக்கப்படும் போது எதுக்காக சபை ஜெபிக்க வேண்டும்? ഇതിന് വളരെ കാരണമുണ്ട്. ഇതിന് കാരണം ഇരിക്കെ. നിങ്ങൾ 12-ാം അധ്യായം വായിക്കുമ്പോൾ 12-ാം അധികാരം അതിലെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, முதல் வசனத்தை சொல்லுகிறார். അക്കാലത്തിലെ ഹെരോദ രാജാ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സഭയിലെ ചിലരെ തുമ്പപ്പെടുത്ത തുടങ്ങിനാർ. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സഭയിലെ ചില പേരെ തുമ്പപ്പെടുത്ത ആരംഭിച്ചാൻ. അപ്പൊ ഹെരോദാവ് കൈനീട്ടിയത് ആരെ തൊടാൻ വേണ്ടിയാ? ഹെരോദ യാരെ തൊടുമ്പടി കൈനീട്ടിനാർ? സഭയിൽ ചിലരെ തൊടേണ്ടതിന് വേണ്ടി. സഭയിൽ ഇരിക്കുന്ന ചിലരെ തൊടുമ്പടിയാക. ഈ ചിലരെ തൊടുക എന്ന് പറയുമ്പോൾ, ചിലരെ തൊടുகிறதுன்னு சொல்லும்போது ആരെയാണ് ഇവൻ തൊട്ടത്? യാരെ തൊട്ടിരിக்கிறார்? അപ്പോസ്തലന്മാരെ തൊട്ടത്. അപ്പോസ്തലന്മാരെ തൊട്ടിരിக்கிறார். ആരാണ് അപ്പോസ്തലൻ? യാർ അപ്പോസ്തലൻ? ആരാണ് പ്രവാചകൻ? യാർ ദീർഘദർശി? ആരാണ് ഇടയൻ? യാരെ ബോധകൻ? ആരാണ് അവൻ സുവിശേഷകൻ? യാർ സുവിശേഷകൻ? ആരാണ് ഉപദേഷ്ടാവ്? യാർ ബോധിക്കുന്നവൻ? ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം, എഫെസ്യർക്ക് എഴുതിയ പത്രിക 4-ാം അധ്യായം 4-ാം അധികാരം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുക. 1-2 വചനങ്ങൾ. എഫെസ്യർ 4-ാം അധികാരം 1-2 വചനങ്ങൾ. ഞാൻ ഇങ്ങനെയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോസ്തലൻ ആരാണ്? അപ്പോസ്തലൻ ഒരു പ്രവാചകൻ ആരാണ്? ദൈവം നിയമിച്ചവരാണ്. ഇതിനകത്തുള്ള ദൈവമക്കളോട് ഞാൻ പറയുന്നു, ജനങ്ങൾക്ക് சொல்லுகிறேன், ദൈവം നിയമിച്ചവരാണ് ഒരു അപ്പോസ്തലൻ. ദേവനാൽ ഏർപ്പെടുത്തപ്പെട്ടവരെ അപ്പോസ്തലൻ. ആമേൻ, സ്തോത്രം. മനുഷ്യരാൽ നിയമിക്കപ്പെടുന്നവനല്ല അപ്പോസ്തലൻ. മനുഷ്യരാൽ ഏർപ്പെടുത്തവനാണ് അല്ല അപ്പോസ്തലൻ. ആമേൻ. മനുഷ്യന് വേണ്ടി നിൽക്കുന്നവനുമല്ല അപ്പോസ്തലൻ. മനുഷ്യർക്കാக നിൽക്കുന്നവനല്ല അപ്പോസ്തലൻ. ആമേൻ. ദൈവത്താൽ നിയമിക്കപ്പെട്ട് ദേവനാൽ ഏർപ്പെടുത്തപ്പെടുകിற ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് അപ്പോസ്തലൻ. ദേവനുക്കാக നിൽക്കുന്നവൻ അപ്പോസ്തലൻ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് പ്രവാചകൻ. ദേവനുക്കാக നിൽക്കുന്നവനെ ദീർഘദർശി. ഇന്നത്തെ ഇത് ദൈവത്താൽ ആക്കപ്പെടുന്ന ദൈവത്തിന്റെ ഗവൺമെന്റിനകത്ത് ദൈവിക പരമാധികാരത്തിൽ ദൈവം നിയോഗിക്കുന്ന വ്യക്തികളാണ് ദൈവത്തിന്റെ അപ്പോസ്തലൻ. ദേവനാൽ ഏർപ്പെടുത്തുകിற ദേവനാൽ നിർത്തുகிறவர்கள்தான் தேவனுடைய அப்போஸ்தலர்கள். ദൈവം നിയോഗിച്ച ഒരുവനെ, ദേവനാൽ ഏർപ്പെടുത്തപ്പെട്ട ഒരുവനെ ഹെരോദാവ് കൈനീട്ടി കൊന്നു. അവൻ ഹെരോദാവ് കൈനീട്ടി കൊന്നാൻ. പക്ഷെ അടുത്തവനെ പിടിച്ച് കൊല്ലാൻ തടവറയിലാക്കി. ഇന്നൊരുവനെ കൊല്ലുമ്പടി കാരാഗൃഹത്തിൽ കൊണ്ടുവന്നു. പക്ഷെ നിയോഗമുള്ള സഭ തീരുമാനിച്ചു, ആണ്ടവരാൽ ഏർപ്പെടുത്തപ്പെട്ട സഭ ഇനിയും ഒരു അപ്പോസ്തലനെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഒരു അപ്പോസ്തലന്റെ മേലെ കൈ വെക്കണം. ഇനി ഒരു പ്രവാചകനെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ദീർഘദർശിയെ കൊല ചെയ്യാൻ വിട്ടുകൊടുക്കും. ഇനി സഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടുവാൻ ഹെരോദാവെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സഭയ്ക്ക് നേരെ വിരൽ ചൂണ്ട് ഞങ്ങൾ വിട്ടുകൊടുക്ക മാട്ടോം. ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, ജനങ്ങളെ നോക്കി ചൊല്ലുகிறேன், ഇനിയും തകരാൻ വിട്ടുകൊടുക്കത്തില്ല. ഇനി നിങ്ങൾ ഉടയ വിട്ടുകൊടുക്ക മാട്ടോം. ഇനി ഉടയാൻ വിട്ടുകൊടുക്കത്തില്ല. ഇനി ഉടയ വിട്ടുകൊടുക്ക മാട്ടോം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർ എന്റെ കൂടെയുണ്ട്? എത്ര പേർ ജപിക്കാൻ കൂടെ ഇരിக்கிறீங்க? അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, அந்த விஷயத்துக்காக ஜெபிக்கணும். സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയ്ക്കാக ജപിക്കണം. ആമേൻ. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ജനങ്ങൾക്കാக ജപിക്കണം. ഇന്ന് രാത്രി ആത്മാവിൽ എത്ര പേർ എരിവുള്ളവരുണ്ട്? എത്ര പേർ ആവിയിലെ ഉണർവുള്ളവർ? ഒരു സെക്കൻഡ് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ എല്ലാവരും ജപത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും கொஞ்ச നേരം ജപം ഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയിലെ ജപം, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയിലെ ജപം. വായുകളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. വായുകളെ തുറന്ന് ശബ്ദം പുറത്തെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ആവിയാനവരെ യേവുദലിൻപടി ജപം பண்ணுங்க. യേശുവിന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. യേശുവിന്റെ ജപം ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർക്കാக മാത്രമല്ല, ഇവരുടെ വചനത്താൽ, ഇവരുടെ വാർത്തയിനാൽ വിടുവിക്കപ്പെടുവാൻ ഉള്ളവർക്ക് വേണ്ടി വിടുതലയാക്കപ്പെടും. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഭയിൽ കടന്നു വരാനുള്ളവർക്ക് വേണ്ടി, സഭയ്ക്ക് വരപ്പോകുന്ന രക്ഷിക്കപ്പെടുവാൻ ഉള്ളവർക്ക് വേണ്ടി ഇന്ന് രാത്രി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയത് പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്തിട്ട്